അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുത്തല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ജീവിതത്തിൽ ധാരാളം ആളുകളും അനുഭവിക്കുന്ന കടങ്ങളിൽ നിന്നും, മാരകമായ രോഗത്തിൽ നിന്നും, മറ്റു പല പ്രതിസന്ധികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നൊക്കെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യമക്കൾ എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ഭക്ഷണത്തിലും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ മക്കളിലും, നമ്മുടെ ജോലിയിലും, നമ്മുടെ സമ്പത്തിലും, നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നല്ലത് കേൾക്കാനും നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വലിയ മഹത്വമുള്ള അത്ഭുത ദിക്റാണ്. ഈ ദിക്ർ ധാരാളം ആളുകൾക്കും അറിയാവുന്ന ഒരു ദിക്റാണ്. എന്നാൽ ഈ ദിക്റിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞാൽ ആരും തന്നെ ഈ ദിക്ർ ജീവിതത്തിൽ ഒഴിവാക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സംശയമുണ്ടാകും, എന്താണ് ഈ ദിക്റിന് ഇത്ര വലിയ ഫലം, ഇത്ര വലിയ മഹത്വം എന്നൊക്കെ. അതിന് കാരണം പ്രധാനമായിട്ടും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. ഇനി ഈ ദിക്റിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നാമൊക്കെയും പല സമയത്തും അല്ലാഹു സുബ്ഹാനഹു തആലയോട് പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യുന്നവരാണ്. എന്നാൽ ധാരാളം ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഉസ്താദേ, എൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല, ഞാൻ ചൊല്ലിയ ദിക്റുകളും സലാത്തുകളും ഒന്നും അല്ലാഹു സ്വീകരിക്കുന്നില്ല, അതിനൊന്നും ഒരു ഫലം കിട്ടുന്നില്ല, എൻ്റെ കാര്യങ്ങളൊന്നും നടന്ന് കിട്ടുന്നില്ല ഞാൻ ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയുന്ന ധാരാളം ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെയുമുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റെടുക്കാത്തതിൻ്റെ പ്രധാനമായിട്ടുമുള്ള കാരണമാണ് നമ്മുടെ മനസ്സിൽ ഞാൻ എന്ന ഭാവം ഉള്ളത് കൊണ്ടാണ്. അതായത് ഞാൻ എല്ലാത്തിനും തികഞ്ഞവനാണ്, എല്ലാത്തിനും മതിയായവനാണ് എന്ന് തോന്നി എന്ന വലിയ അഹങ്കാരത്തോടു കൂടിയും അഹംഭാവത്തോടു കൂടിയും അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങൾ ദുആ ചെയ്താൽ ഒരിക്കലും ആ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല. മാത്രമല്ല, പിന്നീട് നമുക്ക് വേണ്ട ഒന്നാണ് ക്ഷമ എന്നുള്ളത്. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ക്ഷമിച്ച് നിൽക്കണം. വളരെ വലിയ ക്ഷമയോടുകൂടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ ദുആ സ്വീകരിക്കുന്നതാണ്. കാരണം ക്ഷമിച്ച് നിൽക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. അവരെ ഒരിടത്തും അള്ളാഹു പരാജയപ്പെടുത്തില്ല. പിന്നീട് നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തിന്മ ചെയ്യാതിരിക്കുക. നമുക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല എത്ര വലിയ അനുഗ്രഹങ്ങളാണ് തന്നിരിക്കുന്നത്. അതൊക്കെയും നാം മറന്ന് അള്ളാഹുവിനെ ധിക്കരിച്ച് ഒരു ദിവസം എത്ര തിന്മയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്. പിന്നെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കുക? എന്നാൽ നമ്മൾ എത്രയധികം തിന്മകൾ ചെയ്തിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടാത്ത പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടും പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളൊന്നും അവൻ എടുത്തു കളയുന്നില്ല. കാരണം അവൻ കരുണയുള്ളവനാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടാണ് അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കാത്തത്. എന്നാൽ നമ്മൾ ഇതൊക്കെയും നമ്മൾ ജീവിതത്തിൽ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതാണ്. കാരണം ഈ ദിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹുവിനോട് അടിയറ പറയുകയാണ്. നമ്മൾ
ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഏറ്റുപറയുകയാണ് അള്ളാഹുവിനോട്. നമ്മെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് അള്ളാഹുവിനോട് പറയുകയാണ്. അവനല്ലാതെ മറ്റൊരാൾക്കും ഒന്നിനും സാധിക്കുകയില്ല എന്ന് നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് സ്വീകരിക്കാൻ വേണ്ടി വളരെ താഴ്മയോടുകൂടിയും വളരെ ക്ഷമയോടുകൂടിയും നമ്മെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് അള്ളാഹുവിനോട് സമ്മതിച്ച് അവനെക്കൊണ്ടല്ലാതെ ഒന്നിനും സാധിക്കില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ദുആ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ്. നമുക്കറിയാം യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയ ദുആ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവല്ലാതെ ആരാധനയില്ല, അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. നിശ്ചയം അക്രമികളിൽ ഞാൻ പെട്ടുപോയി. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തിമിംഗലത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയ സമയത്ത് ചൊല്ലിയ ദുആയാണ് ഇത്. മത്സ്യത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയ സമയത്ത് രക്ഷിക്കാൻ ആരുമില്ല, എല്ലാ വഴികളും അടഞ്ഞുപോയി. പിന്നീട് രക്ഷ അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമേയുള്ളൂ. ആ സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ദുആ ചൊല്ലിയത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ഈ ദുആ നമ്മൾ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളിലോ വിഷമങ്ങളിലോ അപകടങ്ങളിലോ പെട്ടുകഴിഞ്ഞാൽ ആ സമയത്ത് ഈ ദുആ നമ്മൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും രക്ഷപ്പെടുത്തും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വളരെ ശക്തിയുള്ള ഒരു ദിക്റാണ് ഇത്. തിന്മകളെ തടുക്കുവാനും നന്മകളെ കൈവരിക്കാനും കഴിയുന്ന വളരെ ശക്തിയുള്ളൊരു ദിക്റാണ് ഇത്. അതുകൊണ്ട് ഏതൊരു മുഅ്മിനായ മനുഷ്യനും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കാതിരിക്കില്ല. കാരണം അത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മഹാനായ ഇബ്നു സുന്നി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്കൊരു വാക്യമറിയാം, അത് ഏത് പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും അവർ ഈ ദിക്ർ ചൊല്ലിയാൽ അതിൽ നിന്നും മോചനം ലഭിക്കും, അതിൽ നിന്നും രക്ഷ ലഭിക്കും. യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യവയറ്റിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തിയ പ്രകാരം ഏതൊരു മുഅ്മിനായ മനുഷ്യനും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികൾ വന്നാലും ഈ ദിക്ർ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ നിന്നും രക്ഷപ്പെടുത്തും എന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ ദുആ ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് ഉത്തരം കിട്ടുന്ന ദുആയാണ്. കാരണം അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മോട് വ്യക്തമായി പറഞ്ഞു തന്നു. പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് ഒരു സംശയം? മാത്രമല്ല ഈ ദുആ എല്ലാ ദിവസവും പതിവായി ചൊല്ലുന്ന ആളുകളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റെടുക്കും. അവൻ്റെ എല്ലാ സുരക്ഷിതത്വവും അല്ലാഹു ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിക്കൊടുക്കും. അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെയാക്കി അതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ കാവൽ അവനിക്ക് ലഭിച്ച് അവൻ്റെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും ലഭിക്കും.
മാത്രമല്ല എല്ലാ നാക്കേറിൽ നിന്നും, കണ്ണേറിൽ നിന്നും, എല്ലാ സിഹറിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല അവനെ രക്ഷപ്പെടുത്തും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അനുഭവപ്പെട്ടാൽ അതിൽ നിന്നും രക്ഷ ലഭിക്കാനും അവൻ്റെ എന്തെങ്കിലും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ അവനക്ക് നിറവേറി കിട്ടുവാനും വുളു എടുത്തതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു സുജൂദും കൂടി ചെയ്യണം. ആ സുജൂദിൽ 40 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് 40 പ്രാവശ്യം ചൊല്ലണം. എന്നതിന് ശേഷം നിങ്ങൾ സുജൂദിൽ നിന്നും എഴുന്നേറ്റതിന് ശേഷം 2 കൈയും മുകളിലോട്ട് ഉയർത്തി നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് വലിയ താഴ്മയോടുകൂടി കരഞ്ഞുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല അതിന് ഉത്തരം നൽകിയിരിക്കും. ഇത് ഞാൻ പറയുകയില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ്. ഇത് നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല സമയം പാതിരാ സമയത്താണ്. അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങൾ ചുരുങ്ങിയത് എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലുക. എന്നാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും, അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്കുണ്ടാകും. ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത വിഷമം ഉണ്ടാകുന്ന സമയത്തും മറ്റു പല പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്തും നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ടുമൊക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നിങ്ങൾ ഈ ദിക്ർ 40 പ്രാവശ്യം സുജൂദിൽ ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.